ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്ത ഈ ബീഫ് റോസ്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ബീഫിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. അതിലെ വെള്ളം ഇറങ്ങി ആവശ്യത്തിന് വേകുന്നതിനുള്ള വെള്ളം ഈ ബീഫിൽ നിന്ന് നമുക്ക് കിട്ടും. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് കുഴച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് ബീഫ് ഒന്ന് വേകുന്നിടം വരെ നമുക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ബീഫ് വേകുന്നതിനുള്ള പ്രഷർ കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേകാനായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രഷറെല്ലാം പോയി ഞാനിത് ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചിരുന്നതല്ല. ആവശ്യത്തിന് വെന്ത് നല്ല പെരളനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇതിന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി. ഒരു മീഡിയം സൈസ് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരിത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ഈ സവാളയിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബീഫ് ഫ്രൈഡ് റൈസിനൊക്കെ നല്ലതാണ്, ചോറിന് നല്ലതാണ്. എല്ലാം അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും ഈ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. നല്ല അരപ്പൊക്കെ പരണ്ടിരിക്കുന്ന ബീഫ് റോസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.